രാത്രി 12 മണി. 3 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. പുറത്ത് ഇടിമിന്നലും ഇടിമുഴക്കവും ഉണ്ടായിരുന്നു. ഞാൻ അടുപ്പിനടുത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മിന്നൽ തിരശ്ശീലകൾ തുളച്ചുകയറി മുറിയിലേക്ക് പ്രവേശിച്ചു. തകർന്ന ജനൽ അടയ്ക്കാൻ അവൾ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ഇടിമിന്നലും ഇടിമുഴക്കവും ഉണ്ടായി. മൈലുകളോളം നീണ്ടുനിൽക്കുന്ന ഇരുട്ട്, മരങ്ങൾ ആടിയുലയുന്നത് ഞാൻ കണ്ടു. രാത്രിയിലെ മഴ ആസ്വദിച്ചു. മഴ രാത്രിയെ ഇരുട്ടിലാക്കി, ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവശേഷിപ്പിച്ചു. അടുപ്പിനടുത്തുള്ള ഒരു കസേരയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. രാത്രിയുടെ തണുപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് എന്റെ ശക്തി തകർന്നു. ശരീരം വിറച്ചു. ഞാൻ ഇരുണ്ട നിലത്തേക്ക് വീണു. അടുക്കളയിൽ നിന്ന് ഒരു മെഴുകുതിരി എടുക്കാൻ എഴുന്നേറ്റപ്പോൾ ഇരുട്ടിനെ ഭയന്ന് എന്റെ കാലുകൾ ചലിക്കാൻ കഴിഞ്ഞില്ല. മരങ്ങൾ മരവിച്ചു. ധൈര്യം സംഭരിച്ച് ഞാൻ പാട്ട് തുടർന്നു. ഇപ്പോൾ എന്നെ വലയം ചെയ്യുന്ന ഭയം മറന്നു. എന്റെ ഫോണിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം കാരണം ഞാൻ ഒരു മെഴുകുതിരിക്കായി തിരഞ്ഞു. എന്റെ ഹൃദയം മുമ്പത്തേക്കാൾ വേഗത്തിലും ഉച്ചത്തിലും മിടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് ജീവനുണ്ടെന്ന് തോന്നി. ഒടുവിൽ മെഴുകുതിരി കണ്ടെത്തിയപ്പോൾ ഞാൻ ഒരു ആശ്വാസ നെടുവീർപ്പിട്ടു. ഞാൻ അത് കത്തിക്കാനൊരുങ്ങുമ്പോൾ ഫോൺ മുഴങ്ങി. പേടിച്ചു നിലവിളിച്ചുകൊണ്ട് ഞാൻ അത് പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഫോൺ എടുത്തു. അത് എന്റെ അമ്മയായിരുന്നു. വിറക്കുന്ന ശബ്ദത്തോടെ അവൾ എന്നെ സ്വീകരിച്ചു. എന്താണ് കുഴപ്പം? കറന്റ് ഇല്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. 3 ദിവസമായി മഴ പെയ്യുന്നതിനാൽ കഴിഞ്ഞ 3 ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ. ജീവിതത്തിന്റെ തിരക്കേറിയ വേഗതയിൽ ഞാൻ മടുത്തു. ഒരു ഇടവേള എടുത്ത് കുറച്ച് ദിവസം ഊട്ടിയിൽ ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഒരു കോട്ടേജ് വാടകയ്ക്കെടുത്തു. എന്റെ അമ്മ ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. എന്റെ അനുജത്തിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചു. അവിടേക്ക് താമസം മാറി. അല്ലെങ്കിൽ അവൾ എന്നോടൊപ്പം വരുമായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ അവളെ വളരെയധികം മിസ് ചെയ്തു. എനിക്ക് എപ്പോഴും ഇരുട്ടിനെ ഭയമായിരുന്നു. ഇപ്പോഴും ഞാൻ ഭയപ്പെട്ടിരുന്നു. റബ്ബർ തോട്ടത്തിലെ കോട്ടേജ് മനോഹരമായി രൂപകൽപ്പന ചെയ്തിരുന്നു. അവധിക്കാലം ആഘോഷിക്കാൻ മറ്റൊരു കോട്ടേജ് വാടകയ്ക്കെടുക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ഇത്തവണ എന്റെ പദ്ധതികൾ പെട്ടെന്ന് മാറി. എനിക്ക് ഒരെണ്ണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ എനിക്ക് ഒരെണ്ണം വാങ്ങേണ്ടി വന്നു. എന്റെ അമ്മ വിളിച്ചപ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നി. എന്റെ ഭയം അപ്രത്യക്ഷമായി. ഞാൻ എന്റെ ശക്തി സംഭരിച്ചു. ഒരു മെഴുകുതിരി കണ്ടെത്തി. അത് കത്തിച്ചു. മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കയറി. എന്റെ നിഴൽ പതിവിലും വലുതായി തോന്നി. അത് എന്നെ കൂടുതൽ ഭയപ്പെടുത്തി. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പൂർണ്ണചന്ദ്രനായിരുന്നു. പുറത്തെ കാഴ്ച അസാധാരണമായിരുന്നു. കാറ്റിൽ ആടിയുലയുന്ന മരങ്ങൾക്കിടയിൽ ചന്ദ്രൻ പുഞ്ചിരിച്ചു. കനത്തതും ഇടതടവില്ലാതെ പെയ്തതുമായ മഴ ഇരുട്ടിൽ വളരെ നേരം ഇരിക്കാൻ എന്നെ നിർബന്ധിച്ചു. എന്റെ സ്വന്തം നിഴൽ എന്നെ ഭയപ്പെടുത്തി. ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ച് മഴ നിലച്ചാൽ അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ സോഫയിൽ ഉറങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ ഒരു നിലവിളി എന്നെ ഉണർത്തി. നിലവിളി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ മഴ നിലച്ചതുപോലെ തോന്നി. പക്ഷേ ഇപ്പോഴും ഇരുട്ടായിരുന്നു. ഞാൻ വീണ്ടും മെഴുകുതിരി കത്തിച്ച് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ ഒരു നായയുടെ അലർച്ച ഞാൻ കേട്ടു. ഞാൻ അതിനെ ശപിച്ചു. നീ ഇപ്പോൾ കരയുകയാണോ? എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഓരോ വാക്കും വ്യക്തമായിരുന്നു. അപ്പോൾ ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ രക്തം തണുത്തു. ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതോ ഇത് യഥാർത്ഥമായിരുന്നു? ഇല്ല, അത് യഥാർത്ഥമായിരുന്നു. ദൂരെയെവിടെയോ ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ഈ തണുത്ത രാത്രിയിലും നായയുടെ കുര വളരെ ഉച്ചത്തിലായിരുന്നു. ഞാൻ എന്റെ കാറിനടുത്തേക്ക് ഓടിച്ചെന്ന് എന്റെ ഭയം മറക്കാൻ പുതപ്പ് കൊണ്ട് മൂടി. പക്ഷേ അത് എന്നെ വിട്ടുപോയില്ല. നിലവിളികൾ കൂടുതൽ ഉച്ചത്തിലായി. ഞാൻ വിറക്കുന്നുണ്ടായിരുന്നു. എന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എന്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഇത്ര വേഗത്തിൽ ഓതുന്നത് എന്റെ ഹൃദയത്തെ തടയുമെന്ന് തോന്നി. ഞാൻ ധൈര്യം സംഭരിച്ചു. പതുക്കെ ജനാലയിലേക്ക് നടന്നു. കർട്ടനുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി. എന്റെ ഹൃദയം നിലച്ചു. മുമ്പെന്നത്തേക്കാളും ഉച്ചത്തിൽ ഞാൻ നിലവിളിച്ചു. പെട്ടെന്ന് ഒരു വൈദ്യുതാഘാതം എന്നെ ബാധിച്ചു. ദൈവം എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചാൽ ഭയന്ന് ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നി. രക്തത്തിൽ കുളിച്ച ഒരു സ്ത്രീ എന്റെ ജനാലക്ക് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ രക്തം ചൂടായി. അവളെ കണ്ടപ്പോൾ ഞാൻ തണുത്തു. ഇല്ല, എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഭയന്നു. എന്റെ മനസ്സ് ശൂന്യമായിരുന്നു. വെക്കേഷൻ ഹോം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞ കഥ ഞാൻ ഓർത്തു. ഒരു യുവതിയെ അവളുടെ വീട്ടുടമസ്ഥൻ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും അവളുടെ ആത്മാവ് ഇപ്പോഴും പ്രതികാരം ചെയ്യാൻ പുറത്തുണ്ടെന്നും അവർ എന്നോട് പറഞ്ഞു. വെക്കേഷൻ ഹോമിലെ പല താമസക്കാരും ആ സ്ത്രീയുടെ നിലവിളികളും ദൂരെ നിന്ന് കേട്ടിരുന്നു. രക്തത്തിൽ കുളിച്ച ആ സ്ത്രീ സഹായത്തിനായി നിലവിളിക്കുകയാണെന്ന് വിശ്വസിച്ചു. അത്തരം കുറച്ച് സംഭവങ്ങൾക്ക് ശേഷം ആളുകൾ വെക്കേഷൻ ഹോം വാടകയ്ക്ക് എടുക്കുന്നത് നിർത്തി. അതിനാൽ എനിക്ക് അത് ന്യായമായ വിലയ്ക്ക് വാടകയ്ക്ക് നൽകാൻ കഴിഞ്ഞു. മുമ്പ് ഞാൻ പ്രേതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഈ കഥകളെല്ലാം എനിക്ക് വിചിത്രമായി തോന്നി.
ഞാൻ അവയെ നോക്കി ചിരിച്ചു. അങ്ങനെ ഞാൻ വെക്കേഷൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രേതങ്ങളിൽ നിന്ന് എല്ലാവർക്കും കാണിക്കാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ എന്നെ തന്നെ വെല്ലുവിളിച്ചു. ഇപ്പോൾ ഞാൻ ഒരു പ്രേതത്തെ നേരിടുകയാണ്. പ്രേതങ്ങളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ മുന്നിൽ ഈ സ്ത്രീയെ കണ്ടെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ഞാൻ ധൈര്യം സംഭരിച്ചു. കുറച്ചു പ്രാവശ്യം പ്രാർത്ഥിച്ചു. കാറിനടുത്തേക്ക് നടന്നു. പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ നമ്മളെ ആക്രമിക്കില്ലെന്ന് ഞാൻ കേട്ടിരുന്നു. അവളുടെ നിലവിളികളും കരച്ചിലും പോലും ഞാൻ കേട്ടു. ഞാൻ ചെവി പൊത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് കൊണ്ടല്ല, ഭയം കൊണ്ടല്ല. ക്ലോക്ക് ഒരിക്കൽ മുഴങ്ങി. ക്ലോക്കിന്റെ ടിക്ക് അടിക്കുന്നതും എന്റെ ഹൃദയം ഇടിക്കുന്നതും ഞാൻ കേട്ടു. ബാങ്ക്, ബാങ്ക്, ബാങ്ക്. അത് എന്റെ ഹൃദയമല്ല. അവൻ പറഞ്ഞതുപോലെ എന്റെ വാതിലിൽ ഉച്ചത്തിൽ മുട്ടി. സഹായത്തിനായി കരയുന്ന ഒരു സ്ത്രീ. പ്രേതം എന്നെ വിട്ടുപോയിട്ടില്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ മേശക്കടിയിൽ ഇരുന്നു. അത് എന്നോടൊപ്പം ഒളിച്ചു കളിക്കുന്നതുപോലെ. മൃഗങ്ങളെക്കാൾ ഉയർന്ന നമ്മുടെ ശരീരത്തിന്റെ ഉടമകളായ നമ്മളെ അവരെ ഉപേക്ഷിക്കുകയും പിന്നീട് അവർക്ക് വിചിത്രമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഭയം ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുമ്പോൾ. ഞാൻ മേശക്കടിയിൽ ഇരുന്നു. ചിത്രത്തിലെ വാതിലിലൂടെ പ്രേതം മുറിയിലേക്ക് പ്രവേശിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പേടിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വിചിത്രമാകും. ഐൻസ്റ്റീനെപ്പോലുള്ള ഒരു പ്രതിഭ പോലും ഭയത്താൽ അങ്ങനെ ചിന്തിച്ചു. പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പക്ഷേ അത് അസാധ്യമാണെന്ന് തോന്നി. പ്രേതത്തിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. അത് ഇപ്പോഴും പുറത്ത് കാത്തിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചു. 1 മണിക്കൂർ മേശക്കടിയിൽ ഞാൻ കാത്തിരുന്നു, അത് അപ്രത്യക്ഷമാകുന്നതുവരെ. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രേതത്തിന്റെ ശബ്ദം മങ്ങി. ഒരു ദീർഘനിശ്വാസമെടുത്ത് എന്റെ ശക്തി സംഭരിച്ച് പ്രേതം ശോഭയുള്ള വെളിച്ചത്താൽ ആക്രമിക്കില്ലെന്ന് പ്രതീക്ഷിച്ച് മുറിയിലെ എല്ലാ ലൈറ്റുകളും ഓണാക്കി. ദിവസം മുഴുവൻ ചിന്തിച്ചതിനുശേഷം ഞാൻ എന്റെ ശാരീരികവും മാനസികവുമായ ശക്തി സംഭരിച്ച് വാതിൽ തുറന്നോ എന്ന് കാണാൻ തീരുമാനിച്ചു. ഞാൻ പതുക്കെ വാതിലിനടുത്തെത്തി അത് ചെറുതായി തുറന്നു. അവിടെ ആരുമില്ല. എന്റെ ഭയം അപ്രത്യക്ഷമായി. ഞാൻ അത് മുഴുവൻ തുറന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പുറത്തേക്ക് പോയി. പക്ഷേ പെട്ടെന്ന് ഞാൻ എന്തോ കണ്ടു. ഒരു സ്ത്രീ തറയിൽ കിടക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടി. ഭയന്ന് നിലവിളിച്ചു. അവൾ ഒരു പ്രേതമാണോ എന്ന് കാണാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. ഇല്ല, ഇല്ല, അവൾ എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൾക്ക് വലിയ വേദനയും രക്തസ്രാവവും ഉണ്ടായിരുന്നു. എന്റെ സ്വന്തം മണ്ടത്തരത്തിൽ ഞാൻ ലജ്ജിച്ചു. ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉണർത്താൻ ശ്രമിച്ചു. അവളെ ഉണർത്താൻ ഞാൻ അവളുടെ മേൽ വെള്ളം ഒഴിച്ചു. അവൾ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു. സഹായത്തിനായി നിലവിളിച്ചു. അല്ലെങ്കിൽ അവൾ മരിക്കുമായിരുന്നു. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അവളുടെ മുറിവുകളിൽ വെള്ളം കുടിപ്പിച്ചു. കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ ഞാൻ അവളുടെ കഥ കേട്ടു. അവളെ തട്ടിക്കൊണ്ടുപോയി. ഒരു സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ദാനം അയച്ചു. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവൾ അവരുടെ ഇരയായി. അവൻ അവയിൽ വിശ്വസിക്കാത്തതിനാൽ അവനെ മർദ്ദിച്ചു. എല്ലാവരും കരുതിയതുപോലെ കുടിലിലെ നിലവിളികൾ പ്രേതങ്ങളിൽ നിന്നല്ല, അവിടെ നിന്നാണ് വരുന്നതെന്ന് അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അവർ സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ അത് ഒരു പ്രേതമായിരിക്കുമെന്ന് ഭയന്ന് അവർ വാതിൽ തുറന്നില്ല. അത് അവനെപ്പോലുള്ള നിരവധി നിഷ്കളങ്കരായ കുട്ടികളെ രക്ഷിക്കാമായിരുന്നു. അവൻ ഭയന്നവനും നിഷ്കളങ്കനുമായി കാണപ്പെട്ടു. ഞാൻ അവനോട് ഭയപ്പെടരുതെന്ന് പറഞ്ഞു. അവരിൽ നിന്നും കുടിലിലെ മറ്റു കുട്ടികളിൽ നിന്നും ഞാൻ അവനെ രക്ഷിക്കും. ഞാൻ ഉടനെ പോലീസിനെ വിളിച്ചു. അവർ പുലർച്ചെ 4 മണിയോടെ എന്റെ കുടിലിലെത്തി. ആ സ്ത്രീ അവരോട് എല്ലാം പറഞ്ഞു. പോലീസ് സംഘത്തിലെ 5 പേരെ അറസ്റ്റ് ചെയ്യുകയും നിരപരാധികളായ കുട്ടികളെ അവരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. പോലീസ് എന്റെ ധൈര്യത്തെ പ്രശംസിച്ചു. സർക്കാർ എന്റെ ധൈര്യത്തിന് പ്രതിഫലം നൽകി. എന്റെ ധൈര്യം നിങ്ങൾക്കും എനിക്കും മാത്രമേ അറിയൂ. അതിനാൽ ഈ കഥ ജീവിതകാലം മുഴുവൻ രഹസ്യമായി സൂക്ഷിക്കും. ഉപസംഹാരം.